പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ 2.5 ലക്ഷം പേരുടെ കുറവ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണത്തിന് സമയമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുതിയ ആളുകളുടെ പേര് പുറത്തുവരികയാണ്. അവർക്കിതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞെന്നും രമേശ് ചെന്നിത്തല. ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റൊരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ 2.5 ലക്ഷം പേരുടെ കുറവ്. 13 നിയോജക മണ്ഡലങ്ങളിലായി ആകെ 26,50,163 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. വോട്ടർ പട്ടിക പുതുക്കിയപ്പോഴിത് 24,02,432 മാറി. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ 2.5 ലക്ഷം പേരുടെ കുറവ്. 13 നിയോജക മണ്ഡലങ്ങളിലായി ആകെ 26,50,163 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. 50,637 പേർ മരിച്ചു. സ്ഥലത്തില്ലാത്തവർ 57,807. സ്ഥിരമായി സ്ഥലം മാറിപ്പോയവർ 1,10,543. ഒന്നിലധികം സ്ഥലത്ത് വോട്ടുള്ളവർ 11,261. മറ്റ് കാരണങ്ങളാൽ ഫോം തിരികെ നൽകാത്തവർ 17,483 എന്നിങ്ങനെയാണ് കണക്ക്. 11,62,170 പുരുഷ വോട്ടർമാരും 12,40,241 സ്ത്രീ വോട്ടർമാരും 21 ട്രാൻസ്ജെൻഡർമാരും പട്ടികയിൽ ഉൾപ്പെടുന്നു. 18,681 മുതിർന്ന പൗരന്മാരും 2,432 ഭിന്നശേഷിക്കാരും പട്ടികയിൽ ഉൾപ്പെടുന്നു. 2,342 പ്രവാസി വോട്ടർമാരും 1,621 സർവീസ് വോട്ടർമാരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്യൂമറേഷൻ ഘട്ടത്തിൽ വോട്ടർമാരിൽ നിന്നും എന്യൂമറേഷൻ ഫോം മാത്രമാണ് സ്വീകരിച്ചത്. മറ്റു രേഖകളൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ചു നൽകിയ 92% വോട്ടർമാർക്ക് 2002 SIR പട്ടികയുമായി സ്വയമോ രക്ഷിതാക്കൾ വഴിയോ ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് രേഖകൾ ഒന്നും ഹാജരാക്കേണ്ടതില്ല. പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അപേക്ഷയും അവകാശവാദങ്ങളും എതിർപ്പുകളും അടുത്ത മാസം 22 വരെ സമർപ്പിക്കാം. ഫോം തിരികെ നൽകാത്തവരുടെ പട്ടിക ബൂത്ത് തിരിച്ച് ceo.kerala.government.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയുടെ ജില്ലാതല പ്രസിദ്ധീകരണം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. വോട്ടർ പട്ടിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായും ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയം, അസിസ്റ്റന്റ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ കാര്യാലയം, വില്ലേജ് ഓഫീസുകൾ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവിടങ്ങളിൽ നേരിട്ടും വോട്ടർമാർക്ക് പരിശോധിക്കാം. മീഡിയ ടൈം, തൃശൂർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണത്തിന് സമയമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുതിയ ആളുകളുടെ പേര് പുറത്തുവരികയാണ്. അവർക്കിതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു അന്തർദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് ഇതിന് CBIയുടെ അന്വേഷണം വേണ്ടി വരും, ഇന്നല്ലെങ്കിൽ നാളെ അത് വേണ്ടി വരും എന്നതാണ് വസ്തുത. അപ്പോഴത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള അന്വേഷണമാണ് അനിവാര്യമായിട്ടുള്ളത്. ഇപ്പൊ തന്നെ പുതിയ ആളുകളുടെ പേരുകൾ പുറത്തു വരുന്നു. അവരൊക്കെ ഇതുമായി പങ്കുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ള തെളിവുകൾ പുറത്തു വരുന്നു. അപ്പൊ സമഗ്രമായ ഒരു കോടതിയുടെ നിയന്ത്രണത്തിലുള്ള CBI അന്വേഷണത്തിലേക്ക് ഇത് പോകേണ്ട ഘട്ടമായിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റു ഒരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമായിരിക്കുകയാണ്. പള്ളിയിൽ നിന്ന് തുടങ്ങിയ കരോൾ കോട്ടപ്പുറം ടോൾ വഴി കീത്തോളി കൂടി കോട്ടപ്പുറം ചന്തയിൽ കൂടി വന്ന് പള്ളിയിൽ സമാപിച്ചു. നഗരത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ് കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയം.
വിവിധ മത്സരങ്ങളും കലാപരിപാടികളും കരോളുമൊക്കെയായി വിപുലമായ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളാണ് ദേവാലയത്തിൽ അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച വൈകിട്ട് 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി സംഘടിപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട ദൃശ്യാവിഷ്കാരമാണ് റാലിയുടെ പ്രധാന ആകർഷണം. ബാൻഡ് മേളം, അലങ്കരിച്ച വാഹനങ്ങൾ, സാന്റയുടെയും രാജാക്കന്മാരുടെയും മാലാഖമാരുടെ ആട്ടിടയന്മാരുടെയും യഹൂദന്മാരുടെയും വേഷമണിഞ്ഞ് മാലാഖമാരും പാപ്പമാരും പാട്ടും നൃത്തവുമായി റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. പള്ളിയിൽ നിന്ന് തുടങ്ങിയ കരോൾ കോട്ടപ്പുറം ടോൾ വഴി കീത്തോളി കൂടി കോട്ടപ്പുറം ചന്തയിൽ കൂടി വന്ന് പള്ളിയിൽ സമാപിച്ചു. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, ഫാദർ പീറ്റർ കണ്ണമ്പുഴ, ഫാദർ നിഖിൽ മുട്ടിക്കൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മാളക്കാർക്കായി ഡാസിൽസ് ബ്രൈഡൽ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചു. മാള ഫെഡറൽ ബാങ്കിന് എതിർവശത്ത് ഇരുനിലകളിലായി ആരംഭിച്ചിരിക്കുന്ന ഷോറൂമിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ ടി കെ ജിനേഷ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മാളയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തുപോയി വാങ്ങി കൊണ്ടുവന്നിരുന്ന നമ്മുടെ ജനങ്ങൾക്ക് മാളയിൽ തന്നെ അത്തരം ഒരു സൗകര്യം ഒരുക്കി തന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിനും സ്റ്റാഫിനും പ്രത്യേകം മാള ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ജനഭാഷയിൽ നന്ദി അറിയിപ്പിക്കാം. തുടർന്ന് ഈ സ്ഥാപനം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടുകാരെല്ലാവരും സഹകരണം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. ഏറ്റവും ഗുണമേന്മയുള്ള ബ്രൈഡൽ ഫാൻസി കളക്ഷൻസ്, കോസ്മെറ്റിക് ഐറ്റംസ്, ബാഗുകൾ, പെർഫ്യൂംസ്, ടോയ്സ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ഡാസിൽസ് ഉപഭോക്താക്കൾക്കായി സജ്ജമാക്കിയിരിക്കുന്നത്. മാള മഹൽ പ്രസിഡന്റ് എ അഷറഫ്, മാനേജ്മെന്റ് പ്രതിനിധികൾ, കുടുംബാംഗങ്ങൾ, ജീവനക്കാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഇനി മറ്റു വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വീടിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി കട്ടിലും കിടക്കയും തീയിട്ട് നശിപ്പിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ പിടികൂടി. കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ വീട്ടിൽ സുന്ദരനാണ് പോലീസിന്റെ പിടിയിലായത്. 2019 കടുപ്പശ്ശേരി സ്വദേശി പുതുവാട്ടിൽ പ്രവീണിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ജാമ്യത്തിലിറങ്ങിയ ശേഷം കോടതി നടപടികളിൽ സഹകരിക്കാതെ ഒളിവിൽ പോവുകയായിരുന്നു. തുടർന്ന് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതി പ്രതിയെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വാറണ്ട് പുറപ്പെടുവിച്ചു. ഈ വാറണ്ട് പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വയോധികനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. ആളൂർ താഴേക്കാട് വരദനാട് സ്വദേശി പോട്ടയത്തുപറമ്പിൽ വീട്ടിൽ 51 വയസ്സുള്ള ജയനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വരദനാട് അമ്പലത്തിലെ കഴിഞ്ഞ ഉത്സവത്തിന് പ്രതി മദ്യപിച്ചു വന്ന് പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് നാട്ടുകാർ ചോദ്യം ചെയ്തതിലുള്ള വിരോധത്തിലാണ് അമ്പലത്തിലെ ജീവനക്കാരനെ ആക്രമിച്ചത്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI-മാരായ KT ബെന്നി, സുമേഷ് കുമാർ, CPO ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മാള ഹോളി ഗ്രേസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിസ്തുമസ് വില്ലേജ് ബെത്ലഹേം ഇൻ ഹോളി ഗ്രേസ് സംഘടിപ്പിച്ചു. കോട്ടപ്പുറം രൂപത ബിഷപ്പ് അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ഹോളി ഗ്രേസിൽ ഒരു ബെത്ലഹേം ഉണ്ടാക്കുക. നമുക്കറിയാം, ബെത്ലഹേമിലെ ഹോളി ഗ്രേസ് ആണ് ക്രിസ്തു. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എല്ലാവർക്കും കാരുണ്യവും കൃപയും സ്നേഹവും സമാധാനവും നൽകുവാൻ വേണ്ടിയാണ്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു.
തന്നിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ, ജോസ് കണ്ണമ്പിള്ളി, വക്കച്ചൻ താക്കോൽക്കാരൻ, ജോസ് സി വി, ആന്റണി മാളിയേക്കൽ, ജെയിംസ് മാളിയേക്കൽ, അമൽ വടക്കൻ എന്നിവർ സംസാരിച്ചു. പുത്തഞ്ചിറ GVHSലെ SPCയുടെ ത്രിദിന ക്യാമ്പിന് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് ആളൂർ ഡിവിഷൻ മെമ്പർ കാവ്യ രഞ്ജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് TS ഷാജു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ ഗിരിജ രാധാകൃഷ്ണൻ, പ്രധാന അധ്യാപിക MA മറിയം, CPO ഷറഫുദ്ദീൻ, PTA വൈസ് പ്രസിഡന്റ് ഷബീർ, PG വിജയരാഘവൻ, ഷിഫാനത്ത് ഷബീർ, നിബി സിറാജ്, CPO ഉപേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്ന് പവന് 280 രൂപ വർദ്ധിച്ച് 1,1880 രൂപയായാണ് ഉയർന്നത്. ഇന്നലെയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം പിന്നിട്ടത്. ഗ്രാമിന് 12,735 രൂപയാണ് ഇന്നത്തെ വില. അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളും രൂപയുടെ മൂല്യങ്ങളും ഇടിയുന്നതാണ് ആഭ്യന്തര വിപണിയിൽ വില ഇത്രയധികം ഉയരാൻ കാരണം. വരും ദിവസങ്ങളിലും വില വർദ്ധിക്കാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ. കല്യാണ സീസൺ അടുത്തിരിക്കെ സ്വർണ്ണവിലയിലുണ്ടായ ഈ റെക്കോർഡ് വർധന സാധാരണ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയിലെ കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോണത്തുകുന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മാള ഏരിയ കമ്മിറ്റി സെക്രട്ടറി TK സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് ചന്ദ്രിക ശിവരാമൻ, CATU മാള ഏരിയ സെക്രട്ടറി KV ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം MS രഘുനാഥ്, വെള്ളാങ്കല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മുരളീധരൻ, മെമ്പർമാരായ TK ഷറഫുദ്ദീൻ, PR രതീഷ്, MM മുകേഷ്, ഫസ്ന റിജാസ്, അസ്മ ബി ലത്തീഫ്, സീത സുനിൽ, കമ്മിറ്റി അംഗം ലിൻഷ, TB മജീദ് എന്നിവർ സംസാരിച്ചു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി അന്നമനട പൂവത്തുശ്ശേരി സെന്റ് ജോസഫ് ഇടവകയിൽ കുടുംബ സമ്മേളന കേന്ദ്ര സമിതി, മതബോധന യൂണിറ്റ് എന്നിവയുടെ നേതൃത്വത്തിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. ചെങ്ങമനാട് SHO സോണി മാത്യു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. ആദ്യമായിട്ട് ഇടവകയിലെ എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ നേരുന്നു. ഇവിടെ ഒരു മെഗാ കരോൾ ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ ഇടവകങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിസര പ്രദേശത്തുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിച്ചേർന്നിരിക്കുകയാണ്. വളരെ അച്ചടക്കമുള്ള രീതിയിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരുന്ന ഇതിൻ്റെ ഒരു സംഘാടകരെ അഭിനന്ദനം അർഹിക്കുകയാണ്. ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ഒരു കരോൾ ഇവിടെ സംഘടിപ്പിച്ച് ഇതിലൂടെ ഒരു സമാധാനത്തിൻ്റെ സന്ദേശം എല്ലാവർക്കും നൽകിയ ഇടവകയ്ക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. പൂവത്തുശ്ശേരി പൂവം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കരോൾ അമ്പലനട ജംഗ്ഷൻ ചുറ്റി ദേവാലയത്തിൽ സമാപിച്ചു. ഇടവക വികാരി ഫാദർ ബിനോയ് കോഴിപ്പാട്ട് ക്രിസ്തുമസ് സന്ദേശം നൽകി. കേന്ദ്ര സമിതി പ്രസിഡന്റ് IO വർഗീസ് സംസാരിച്ചു. മതബോധന വിദ്യാർത്ഥികളും അമ്മമാരും യുവതികളും കുട്ടിപ്പാപ്പമാരും അണിനിരന്ന മെഗാ കരോൾ കൗതുക കാഴ്ചയായി. ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം ജനുവരി 21 മുതൽ 30 വരെയുള്ള തീയതികളിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ സംഘടിപ്പിക്കും. പുസ്തകോത്സവ പ്രവർത്തനങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി രൂപീകരണ യോഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. മുസ്താഖ് അലി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അഷറഫ് സാബാൻ, CP രമേശൻ, TK രമേശ് ബാബു, KK അബീദ് അലി, KR ജൈത്രൻ, MS മോഹനൻ, ദിലീപ് എന്നിവർ സംസാരിച്ചു. കുഴൂർ ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം ഡിസംബർ 27 ശനിയാഴ്ച മുതൽ ജനുവരി 3 ശനിയാഴ്ച വരെ ആഘോഷിക്കും. 27-ന് ഇരു ക്ഷേത്രങ്ങളിലും കൊടിയേറും. ഉത്സവാഘോഷ ദിവസങ്ങളിൽ ശിവേലി, ചുറ്റുവിളക്ക്, ദീപാരാധന, തിരുവാതിരക്കളി, ഉത്സവബലി, വിളക്കിനെഴുന്നള്ളിപ്പ്, മറ്റു ക്ഷേത്രകലകൾ എന്നിവ നടക്കും. ഡിസംബർ 31-ന് കാർത്തിക മഹോത്സവ ദിവസം കാഴ്ചശിവേലി, പഞ്ചാരിമേളം, കാർത്തിക ദീപക്കാഴ്ച, കാർത്തിക വിളക്ക്. ജനുവരി 1-ന് തെക്കേടത്ത്, വടക്കേടത്ത് ക്ഷേത്രങ്ങളിൽ ഉത്സവ ബലി ദർശനം. ജനുവരി 3-ന് ആറാട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. കൊടിയേറ്റിൻ്റെ വൈകിട്ട് മുതലേ പരിപാടികളുള്ളൂ. ഇത്തവണ നമ്മൾ പരിപാടി ഒഴിച്ചു നിർത്തി കാവടിയാട്ടം തലേ ദിവസം സമിതി വിടാണ്ട് ഈ മുരുകന്റെ ജന്മദിന ഷഷ്ടി പ്രധാന ആകർഷണം. അത് ഈ കൊടിയേറ്റിൻ്റെ തലേ ദിവസം വരുന്നത്. ഉത്സവത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് മുരുകഭക്തന്മാർ കാവടിയാട്ടം നടത്തുന്നുണ്ട് 26-ാം തീയതി വൈകിട്ട്. രാവിലെ അഭിഷേകമൊക്കെ. 27-ന് കൊടിയേറ്റം എന്ന് പറഞ്ഞാൽ രാത്രി 8:30-ക്കാണ്. അതിൻ്റെ കൂടെ ചെറിയൊരു കൊടിയേറ്റം കഴിഞ്ഞിട്ട്
കൊടിപ്പുറത്ത് വിളിക്കണമെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കിട്ടും, കുറച്ച് സമയം കിട്ടും. ആ സമയം ഫില്ല് ചെയ്യാനൊരു വീണ കച്ചേരി നടത്തുന്നു. പി ചന്ദ്രൻ, MD സുധാകരൻ, MP ശശിധരൻ എന്നിവർ മാളയിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മാള വടമ പതിയാരി ഭഗവതി ക്ഷേത്രത്തിൽ 10ാം ഉദയ മഹോത്സവത്തിന് തുടക്കമായി. 1ാം ദിവസം പതിയാരി ശ്രീ ഭദ്ര സംസംഗ സമിതിയുടെ നാരായണീയ സമർപ്പണം നടന്നു. ആചാര്യ ജയ സുദർശനം, അനി എന്നിവർ നേതൃത്വം നൽകി. കുണ്ടൂർ കുളത്തേരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര മേൽശാന്തി രമേശ് നമ്പൂതിരി മുഖ്യാതിഥിയായിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ചിന്തുപാട്ട്, കളമെഴുത്ത് തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. ഉത്സവം ഡിസംബർ 26-ന് സമാപിക്കും. ദൃഷ്ടോ ഭക്തതമേന ഹേഖയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായദതിഥ സ്വേനൈവ ചാന്ദേവധം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ കരട്. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തൃശൂർ ജില്ലയിൽ 2.5 ലക്ഷം പേരുടെ കുറവ്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് തിരികെ നൽകിയ എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളതെന്ന് അധികൃതർ. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ കോടതി മേൽനോട്ടത്തിൽ CBI അന്വേഷണത്തിന് സമയമായെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പുതിയ ആളുകളുടെ പേര് പുറത്തുവരികയാണ്. അവർക്കിതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞെന്നും രമേശ് ചെന്നിത്തല. ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമാക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയം. ദീപാലങ്കാരങ്ങളും മറ്റൊരുക്കങ്ങളുമായി കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയവും പരിസരവുമെല്ലാം വർണ്ണാഭമായി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.